സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ ബലമായൊരു സംശയം പറയട്ടെ. ഷാഫി പറമ്പിലാണോ ഈ മാങ്കൂട്ടത്തിന് കുടുക്കിയത് എന്നൊരു സംശയമുണ്ട്. കാരണം ഷാഫി പറമ്പിലിന് അറിയായിരുന്നു ഈ ഓണം വരുന്നതിന് മുമ്പ് മാങ്കൂട്ടത്തിൽ കുടുങ്ങുമെന്ന്. ഒരു സംഗതി കൽപ്പിച്ചുതരാം. ഓണത്തിന് രാഹുലിനൊരു പുതിയ സന്തോഷം കൂടി ഉണ്ടാവും. ഇവൻ കാരണം കുടുംബത്തിനും കുറെ സന്തോഷക്കേട് ഉള്ളതല്ല, പ്രധാന മെമ്പർഷിപ്പ് ആണല്ലോ. കേട്ടത് വ്യക്തമായിട്ടില്ലെങ്കിൽ വരുന്ന ഓണത്തിന് ചില്ലറ സന്തോഷങ്ങളൊക്കെ ഉണ്ടാവും. ഇവൻ കാരണം കുടുംബത്തിന് ചില്ലറ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ മെമ്പർഷിപ്പ് തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാഫി പറമ്പിൽ വേറെ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്നുകൂടി കേട്ടോക്കൂ. ഓണത്തിന് രാഹുലിനൊരു പുതിയ സന്തോഷം കൂടി ഉണ്ടാവും. ഇവൻ കാരണം കുടുംബത്തിനും കുറെ സന്തോഷക്കേട് ഉള്ളതല്ല, പ്രധാന മെമ്പർഷിപ്പ് ആണല്ലോ. അതിന്റെ പിന്നാലെ ഓടി അത് സമയത്ത് തീർന്നിട്ടില്ല. എന്തായാലും ഇപ്പൊ വ്യക്തമായില്ലേ? കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവൻ കാരണം കുടുംബത്തിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് വേറെ കാര്യം പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെ പറയുന്നു. ഒപ്പം തന്നെ ഇപ്രാവശ്യം ഇനി വരാൻ പോകുന്ന ഓണത്തിന് നല്ല ചില പ്രശ്നങ്ങളൊക്കെ ഇവന് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. അതിനിപ്പോ കഴിഞ്ഞ തവണത്തെ ഓണാണോ ഇതാ ഇപ്പൊ വരാൻ പോകുന്ന ഓണമെന്ന് അറിയില്ല. എന്തായാലും ഈ ഓണത്തിന് അസര് സദ്യ തന്നെയാണ് നമ്മൾ ഷാഫി പറമ്പിൽ കിട്ടിയിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഷാഫി പറമ്പിലിന്റെ അച്ഛനാവാൻ നോക്കിയ ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു വക്കീലാണ്, ശങ്കര വക്കീല്. ഒന്ന് കേട്ടോക്കി. എന്റെ പിറക്കാത്ത ഒരു സഹോദരനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയാനും എനിക്കൊരു മടിയില്ല. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ജയിലിലായതിനെ തുടർന്ന് ഇയാൾ കരയായിരുന്നു. എനിക്കുണ്ടായ ഒരു മനോവ്യഥ എന്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും ആ മനോവധ ഇനിയും കൂടുതൽ വേണ്ടി വരും എന്നാണ് എനിക്ക് പറയുള്ളത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഇനിയും ജയിലാവാനുള്ള എല്ലാ സാധ്യതയും കാണാണ്ട്. നാട്ടിലെ കോൺഗ്രസ്സുകാരാന്നൊക്കെ പറഞ്ഞ് നാണവുമാനില്ലാണ് ഈ കതറും വെള്ളയും വെള്ളയിട്ടിട്ട് ഇമ്മാരി നാരുത്തരം ചെയ്യാനൊക്കെ ഇവർക്ക് ഒരു നാണവും മാനില്ല. അത് മാത്രമല്ല, നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഈ നാരുത്തരത്തെ എന്താ പറയുക പുകഴ്ത്തുകയാണ്. ഈ നാരുത്തരത്തെ പുകഴ്ത്തുകയാണ്. ചില ആൾക്കാരൊക്കെ എൻ്റെ ഇതിൽ കമന്റ് അടിച്ചിരിക്കുന്നത് അവൻ സംരക്ഷിക്കാമെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെയാണ്. സംരക്ഷിക്കാമെന്നൊരു വാക്ക് ഒരാളോടല്ലല്ലോ പറയേണ്ടത്. എത്ര ആളോട് ഇവൻ പറയേണ്ടി വരും? ഒരാളാണോ മറുപടി പറ്റുന്നത്? 1, 2, 3 പേര് ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞു. റിപ്പോർട്ടർ ചാനലിന്റെ കയ്യിൽ ഇനി 3 ഉണ്ടെന്നാ പറയുന്നത്. അതും പോരാഞ്ഞൊരു ട്രാൻസ്ജെൻഡർ യുവതിയെ ബലാത്സംഗം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളോടും ഇവനക്ക് പരിചയമുള്ള ഇവന്റെ ആ ഒരു ചിട്ടാവട്ടത്തിൽ കിടക്കുന്ന, അതായത് ഇവന്റെ കോൺഗ്രസ് എന്ന് പറയുന്ന ചിട്ടവട്ടത്തിൽ കിടക്കുന്ന, യൂത്ത് എന്ന് പറയുന്ന ഒരു ചിട്ടവട്ടത്തിൽ കിടക്കുന്ന പലരോടും ഇവൻ അങ്ങോട്ട് ശ്രമിച്ചിട്ടുണ്ട്. എത്ര പേര് വീണു എന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇതൊക്കെ ഈ ചിത്രമൊക്കെ മാറുമായിരുന്നു കേട്ടോ. ഇവൻ ഗർഭിണിയാക്കിയ ആ പെൺകുട്ടിക്ക് അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ അത് പ്രായത്തിൽ വളരെ കുറഞ്ഞതാണെങ്കിൽ അത് വേറെ പറ്റും. ഉണ്ടെങ്കിൽ ഗർഭിണിയായിപ്പോയി, എന്തോ എന്നാലും അത് എൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചതാണ്. നമ്മുടെ രണ്ടുപേര് സന്തോഷത്തിന്റെ ഭാഗമാണല്ലോ. നീ എൻ്റെ കൂടെ പോരെ, ഞാൻ നിന്നെ കെട്ടിക്കൊള്ളാം, ഞാൻ നിന്നെ സംരക്ഷിച്ചോ എന്ന് പറയുകയാണെങ്കിൽ ഈ ചിത്രമൊക്കെ മാറി കേട്ടോ. ഈ ചിത്രം മുഴുവൻ മാറി ഇവർക്ക് അതുവരെ ഇല്ലാത്ത രീതിയിലായിരിക്കും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ ആളുകളൊക്കെ പ്രസന്റ് ചെയ്യുക. എന്തായാലും ബാക്കി കേട്ടോക്കെ. സുഹൃത്തുക്കളെ, എനിക്ക് ഈ രാഹുൽ മാങ്കൂട്ടം ജയിലിലായതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് 1-2 ദിവസങ്ങളായി വലിയൊരു മനോവിഷമം എന്നെ ബാധിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് എന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. എന്നെ ബാധിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് എന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. പല ആളുകളും ഇതിനു മുമ്പ് റിമാൻഡിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴൊന്നും എന്തായാലും ശങ്കര വക്കീലിന് ഇവൻ അറസ്റ്റ് ആയതൊക്കെ വലിയ സങ്കടം, വലിയ വിഷമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തില് 6 തരങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ മനുഷ്യനാണ്. ഏറ്റവും വൃത്തികെട്ട തെറികള് ഡിവൈഎഫ്ഐക്കെതിരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും തൃശ്ശൂര് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ വരി നിൽക്കുന്നത് കാണാം. പൊതിച്ചോറിന് വേണ്ടിയിട്ടാണ്. എല്ലാ ദിവസവും എന്ത് സമരം ഉണ്ടായിക്കോട്ടെ, എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, അവിടെ കൃത്യമായിട്ട് ഉച്ചയ്ക്ക് പൊതിച്ചോറ് എത്തിയിരിക്കും. ആ ഒരു എത്രയോ വർഷമായിട്ട് തുടർന്നു പോകുന്ന ആ ഒരു പൊതിച്ചോറ് ഒരു ദിവസമെങ്കിലും കോൺഗ്രസിലെ ഈ യൂത്തന്മാർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. നടക്കില്ല എന്നുള്ളതാണ്. അത്രയ്ക്ക് സംഘടനാ സെറ്റപ്പ് ഒന്നുമില്ല. ഈ കോഴിത്തരമായിട്ട് നടക്കുക എന്നല്ലാതെ. എന്തൊക്കെയായാലും അന്ന് ഒരു ദിവസം ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഡിവൈഎഫ്ഐയുടെ ഈ ഒരു പരിപാടിയെ, അതായത് ഈ ഒരു പ്രോഗ്രാമിനെ
ഇവൻ വിളിച്ചത് ഒന്ന് കേട്ടോക്കി. നമ്മുടെ തന്നെ പല നേതാക്കന്മാർ ഡിവൈഎഫ്ഐക്കാർ നടത്തുന്ന പൊതിച്ചോറിനെ പറ്റിയൊക്കെ വാചകരാകുന്ന പ്രസംഗങ്ങൾ വളരെ വേദനയോടുകൂടി കേൾക്കുന്ന ഒരു യുവകോൺഗ്രസിന്റെ പ്രവർത്തകർ. ഇയാൾക്ക് വേദനയാണ്. ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന സംഘടനയ്ക്ക് കഴിഞ്ഞ 7 വർഷക്കാലമായി ആകെ ചെയ്യുന്ന പണി എന്ന് പറയുന്ന പൊതിച്ചോറാണ്. ആ വിതരണത്തിന് പിന്നിലൂടെ നടക്കുന്ന അനാശാസ്യ നിയമവിരുദ്ധ ഏർപ്പാടുകളെ പറ്റി ഈ വേദിയിൽ നിന്നൂടെ പറയുന്നില്ല. നോക്കിയേ, ഇവൻ അന്ന് പറഞ്ഞത് അതിലൂടെ നടക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങളെന്നാണ്. രോഗികൾക്ക്, അതായത് അവിടെ കൂട്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം വളരെ ഫ്രീ ആയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഗവൺമെന്റ് അല്ല, അങ്ങനെ പറഞ്ഞു പോവാണ്. ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ആ ഒരു യുവജന സംഘടന വളരെ ഫ്രീ ആയിട്ട് എത്ര വർഷമായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ഉച്ചയൂണ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനടക്കം അനാശാസ പ്രവർത്തനം എന്നാണ് പറയുന്നത്. 24 മണിക്കൂറും ഈ അനാശാസ പ്രവർത്തനം മാത്രം മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഇത്തരം കാട്ടുകോഴികൾക്ക് ഇതേ ഓർമ്മ ഉണ്ടാവുള്ളൂ, ഇത്തരം വാക്കുകളെ വായിന്ന് വരുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് എനിക്ക് ഡിവൈഎഫ്ഐ ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഡിവൈഎഫ്ഐ കൊടുത്ത മറുപടി ഉണ്ടല്ലോ, അതൊരു ഗംഭീര മറുപടിയാണ്. ഇതിനെ പറയുന്നത് കാലത്തിന്റെ കാവ്യനിധി എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജ്യവാർത്ത അച്ചടിച്ച പത്രത്തിൽ പൊതിച്ചോറ് നൽകി ഡിവൈഎഫ്ഐയുടെ മറുപടി. അന്ന് ഡിവൈഎഫ്ഐ പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ തടയില്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ കയറി അടിക്കില്ല, അത് അവന് കൂടുതൽ പ്രസക്തി ഉണ്ടാക്കും, ഞങ്ങൾക്ക് തിരിച്ച് മധുര പ്രതികാരം നൽകാൻ വേണ്ടിയിട്ടുള്ള അവസരം വരും. ഡിവൈഎഫ്ഐക്ക് കഴിഞ്ഞ ദിവസം വന്നത് അങ്ങനത്തെ ഒരു ഗംഭീര അവസരമായിരുന്നു. ആ അവസരം അവര് നന്നായിട്ട് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം ഇന്നേ ദിവസം ഡിവൈഎഫ്ഐ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ കൂട്ടിരിക്കുന്നവർക്ക്, വിശന്നിരിക്കുന്നവർക്ക് കൊടുത്ത ആ പൊതിച്ചോറ് പൊതിഞ്ഞത് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജ് വെച്ചിട്ടാണ്. ആ ഫ്രണ്ട് പേജിൽ ആ നാറിയുടെ രാജിയായിരുന്നു. അതങ്ങനെ കൃത്യമായിട്ടായിരുന്നു. ആകെ നാറി രാജിവെച്ചു എന്നുള്ളതാണ്. ആകെ നാറി എന്നുള്ള ആകെ എന്നുള്ളത് അങ്ങോട്ട് മറച്ചു കഴിഞ്ഞാൽ നാറി രാജിവെച്ചു എന്ന് കൃത്യമായിട്ടും നാട്ടുകാർക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിരുന്നു അതിൽ എഴുതി വെച്ചിരുന്നത്. ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് മറുപടി? എന്തായാലും വാളെടുക്കാൻ തയ്യാറല്ല, കൈ വാങ്ങാൻ തയ്യാറല്ല എന്ന് ഡിവൈഎഫ്ഐ പറഞ്ഞിരിക്കുന്നു. അതിന് പകരം ഇങ്ങനെ വാക്കിലൂടെ, എഴുത്തിലൂടെ ഞങ്ങൾ മറുപടി തന്നോളാം. ഒരു മറുപടി കൂടിയുണ്ട്. ഇങ്ങനെയാണെങ്കിലും ഞങ്ങൾ ഇനിയും, നീയൊക്കെ എന്ത് തന്നെ പറഞ്ഞാലും ഞങ്ങൾ ഇനിയും ഈ വിശന്നിരിക്കുന്നവർക്ക്, അങ്ങനെ കൂട്ടിരിക്കുന്നവർക്ക്, രോഗികൾക്ക് കൂട്ടിരിക്കുന്നവർക്ക്, ആലംബദീനർക്ക് ദിവസവും ഭക്ഷണം എത്തിച്ചു കൊടുക്കുമെന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. ഇതൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇവനെപ്പോലുള്ള ആളുകളൊക്കെ, ഇതൊക്കെ എന്താ പറയാ, എടുക്കാ ചരക്കുകളൊക്കെ ആയിട്ട് മാറണം നമ്മുടെ രാഷ്ട്രീയത്തിൽ. ഇതിനൊന്നും ഒരു തരത്തിൽ നമ്മൾ അംഗീകരിച്ചുകൂടാ എന്നതാണ്. സുഹൃത്തുക്കളെ, എന്തായാലും രസമുള്ള പണി. ബൈ.